ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻ കരുണയെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്ന മോഹിനി അവൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അവളുടെ ഭാവിക്ക് നല്ലതെന്ന് പറയുന്നു. ശേഷം എന്തായാലും ലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അതിൽ കരുണമോൾ സന്തോഷിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവൾക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും നമ്മളെ സംശയം വരുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് മോഹിനിക്കൊരു കോള് വരും. ആ സമയത്താണ് അവൾ നിലവിളിച്ചുകൊണ്ട് ഓടാൻ പോകുന്നതെന്ന് പ്രതാപൻ പറയുമ്പോൾ, ഞാൻ അവളെ കൊച്ചാക്കി പറഞ്ഞൊന്നുമല്ല, അവൾ അമ്പലത്തിലേക്ക് പോകുന്നത് പൂജാരിയെ കാണാൻ വേണ്ടി തന്നെയാണെന്ന്. അതുകൊണ്ടാണ് തിരികെ വരുമ്പോൾ തന്നെ അവളെ തേടി ഇങ്ങനെയൊരു വാർത്ത വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് ഇനി എവിടെ പോയി അന്വേഷിക്കാനാണ് കുഞ്ഞിനെ എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, എന്തെങ്കിലും വിവരം കിട്ടാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കണ്ണനും മഹിയും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. കുഞ്ഞിനെ കൊണ്ടുപോയവർക്ക് ഒരുപാട് സമയം കിട്ടിക്കഴിഞ്ഞു. അവർ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നതിൻ്റെ സംശയം എന്നെല്ലാം അനന്ത് പറയുമ്പോൾ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതാപനെയും വാമനെയും കൊന്നുകളയും ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഈ സമയത്താണ് ലേഖ വിളിക്കുന്നത്. കുറേ സമയമായില്ലേ ലേഖ വിളിക്കുന്നത്, ഫോൺ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ അനന്തു കോൾ എടുക്കുന്നതും കുഞ്ഞിനെ കണ്ടോ എന്ന് ലേഖ ചോദിക്കുന്നതും, ഇല്ല ലേഖേ, ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അനന്തു. കണ്ണനും മഹിയും വിളിക്കുമ്പോൾ ഞാൻ എന്ത് പറയും, കുഞ്ഞില്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നെല്ലാം ലേഖ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ, മാർക്കോ എൻ്റെ കൂടെയുണ്ട്, സാഗറും ലോപ്പസും അവരുടെ വഴിക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് എന്തായി മോളെ എന്ന് ജാനമ്മ ചോദിക്കുമ്പോൾ, കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ, നഷ്ടം മുഴുവൻ ഞങ്ങൾക്കല്ലേ, കുഞ്ഞിനെ നോക്കാനാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറുമ്പോൾ കുഞ്ഞിനെ ഒന്ന് നോക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞുള്ളൂ, അതുപോലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ല. കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഉടനെ വിളിക്കും, അതിനു മുൻപ് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ ലേഖ. പിന്നീട് മഹിയാണെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ മോളെ വിളിക്കാതിരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് മഹി ലേഖയെ വിളിക്കുന്നു. അപ്പോൾ മഹിയുടെ കോള് കാണുന്നതും മഹിയോട് ഞാൻ എന്ത് പറയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖ ഇങ്ങനെ വല്ലാതെ തന്നെ വിഷമിക്കുകയാണ്. ഇതേ സമയം വയസ്സുകാലത്ത് ഓരോ കാലന്മാർ എന്നെ കൊണ്ട് ഓരോ ദ്രോഹങ്ങൾ ചെയ്യിച്ചു എന്നെല്ലാം മനസ്സിൽ പറഞ്ഞ് സ്വയം നീറിപ്പോകുകയാണ് കേട്ടോ ജാനമ്മ. തുടർന്ന് ഞാൻ എന്ത് പറയും മഹിയോട്, ഞാൻ ഇനി തിരിച്ചു വിളിക്കുന്നില്ല, വിളിച്ചിട്ട് ഞാൻ എന്ത് പറയും, കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയാൻ പറ്റുമോ, എനിക്ക് തന്നെ സമനില പോയി നിൽക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലേഖ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ മഹി ആകെ ടെൻഷനാവുന്നുണ്ട്. തുടർന്ന് മഹി കണ്ണൻ്റെ ക്യാബിനിലെത്തുന്നു. എന്നിട്ട് ലേഖയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അവൾ കുളിക്കുകയോ മറ്റോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. വീഡിയോ കോളിലൂടെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നെല്ലാം മഹി പറയുമ്പോൾ, ഫോണിൻ്റെ പ്രകാശം കുഞ്ഞിൻ്റെ മുഖത്ത് തട്ടുന്നതൊന്നും അത്ര നല്ലതല്ല, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വിളിക്കേണ്ടെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ വിളിച്ചതെന്ന് പറയുന്നുണ്ട് ലേഖ. എന്നിട്ടും ലേഖ എടുക്കുന്നില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ, ഞാൻ എന്തായാലും അനന്തുവിനെ ഇന്ന് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അനന്തുവിനെ വിളിക്കുന്നു. അങ്ങനെ കണ്ണൻ്റെ കോള് കാണുന്നതും ഞാൻ എന്തു പറയും മാർക്കോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അനന്തു. ഒരു വിവരവും കിട്ടാതെ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, എത്ര നേരം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കാതിരിക്കുക, എന്തായാലും തൽക്കാലം ഞാൻ എടുക്കുന്നില്ല എന്ന് അനന്തു തീരുമാനിക്കുന്നു. അങ്ങനെ അനന്തവും ഫോൺ എടുക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും എടുക്കാത്തത്, ഒരുപക്ഷെ രണ്ടുപേരും കൂടി കുഞ്ഞിനെ ഉറക്കി കിടത്തി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ജാനമ്മ കുഞ്ഞിനെ നോക്കാനുണ്ടല്ലോ എന്നെല്ലാം കണ്ണൻ പറഞ്ഞ് മഹി ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. കുഞ്ഞിനെ ജാനമ്മയെ ഏൽപ്പിച്ചിട്ട് ലേഖ മാറി നിൽക്കില്ലല്ലോ എന്നെല്ലാം മഹി പറയുമ്പോൾ, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവരെന്തായാലും ഉടനെ തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയം പോലെ, മനസ്സിൽ വല്ലാത്തൊരു ആളൽ പോലെ എന്നെല്ലാം മഹി പറയുമ്പോൾ, ഇനി വീഡിയോ കോളിലൂടെ കുഞ്ഞിനെ കാണുന്നത് വരെ ആ ആളൽ തുടരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ കുഞ്ഞ് കൂടുതൽ പാല് കുടിച്ച് ഒരേ ഉറക്കം തന്നെയായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹി വീണ്ടും ടെൻഷനാവുമ്പോൾ, പാലിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് ലേഖയ്ക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണ് കണ്ണൻ. കുഞ്ഞിന് നീലാംബരി എന്ന് പേരിട്ടത് ആ സിദ്ധിയായിട്ടുള്ള അമ്മയാണ്. എപ്പോഴെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്മയെ കൊണ്ട് കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിക്കണം എന്നെല്ലാം മഹി പറയുമ്പോൾ, എന്തായാലും വാലായ്മ കഴിയാതെ കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ കണ്ണൻ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹിയുടെ മനസ്സിൽ ആ ഭീതി വിട്ടുമാറുന്നില്ല. ഇതേ സമയത്ത് ഒട്ടുപാലയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞ് കരയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്.
അപ്പോൾ കുഞ്ഞ് കരയാണോ എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ ഇല്ല, കുഞ്ഞ് നല്ല കളിയാണെന്ന് ഒട്ടുപാല പറയുന്നതും പിന്നെ ഏത് കുഞ്ഞാണ് കരയുന്ന ശബ്ദം കേൾക്കുന്നത് എന്നെല്ലാം ഡ്രൈവർ ചോദിക്കുന്നു. ഇതിനു മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു. ആ കള്ള സന്യാസി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം തൊട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു. ഞാനും അത് കേട്ടിരുന്നു. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേർക്കും ദേഹം മുഴുവൻ അസാധ്യ ചൊറിച്ചിലായിരുന്നു. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുപോലെ ആയിരുന്നു എന്നെല്ലാം ഒട്ടുപാല പറയുമ്പോൾ എന്നാൽ പിന്നെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഡ്രൈവർ. വീണ്ടും ഒരുപാട് കുഞ്ഞുങ്ങളുടെ കൂട്ടിക്കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വല്ലാതെ പേടിയാവുന്നുണ്ട്. തുടർന്ന് റോഡ് സൈഡിൽ കണ്ട വേസ്റ്റ് കൂമ്പാരത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാമെന്നും നായ്ക്കൾ കടിച്ചു കീറും എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വേസ്റ്റിൻ്റെ നടുക്ക് കിടത്തുന്നു. തുടർന്ന് അവരവിടെ നിന്നും സ്ഥലം വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മഹിയാണെങ്കിൽ വീണ്ടും ടെൻഷനോട് കൂടി കണ്ണൻ്റെ ക്യാബിനിലെത്തു നിന്നിട്ട് ഞാൻ ഒരുപാട് തവണ ലേഖയെ വിളിച്ചു നോക്കി, അവിടെ ആരും എടുക്കുന്നില്ല, എന്താ കുഴപ്പമുണ്ട് കണ്ണേട്ട എന്ന് പറയുമ്പോൾ ഞാൻ അനന്തുവിനെ ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അനന്തുവിനെ വിളിക്കുകയാണ് കണ്ണൻ. 2-3 തവണ വിളിച്ചിട്ടും ഇനി എടുക്കാതിരിക്കുന്നത് ശരിയല്ല. എടുത്തിട്ട് എന്തെങ്കിലും പറയാൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോ അനന്തുവിനോട്. കുഞ്ഞിനെ പറ്റിയായിരിക്കും അവൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയുമെന്ന് അനന്ത് ചോദിക്കുമ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് മാർക്കോ. അങ്ങനെ കണ്ണൻ്റെ കോൾ എടുക്കുകയാണ് കേട്ടോ അനന്തു. എത്ര തവണയായി ഞാനും മഹിയും നിന്നെയും ലേഖയും മാറി മാറി വിളിക്കുന്നു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തതെന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ ഞാൻ പുറത്താണെന്ന് പറയുന്നുണ്ട് അനന്തു. ഞങ്ങൾ അവിടെ നിന്നും പോന്നതിന് ശേഷം കുഞ്ഞിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുകയാണ് മഹി. വീഡിയോ കോളിലെങ്കിലും കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട് എന്നെല്ലാം, അതിന് ലേഖ ഒന്ന് ഫോൺ എടുക്കണ്ടേ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനിപ്പോൾ പുറത്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. നീ എന്താ പുറത്ത് തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുന്നു. തുടർന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് എന്താ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, അനന്തുവിൻ്റെ സംസാരത്തിൽ എന്തോ പതർച്ചയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെ പറയാണ് കേട്ടോ മഹി. ജാനമ്മയും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് മഹി. ഇനിയിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വയ്യായിക വന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയുമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മളെ അറിയിക്കാതെ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് അനന്തുവേട്ടൻ എന്താ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ചെല്ലാത്തത്? ഇന്നലെ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയ സമയത്ത് ലേഖയുടെ വിഷമം മനസ്സിലാക്കി നമ്മൾ പലതവണ കുഞ്ഞിനെ ലേഖയ്ക്ക് കാണിച്ചു കൊടുത്തതല്ലേ, ഇന്ന് പക്ഷേ എന്താ ഇങ്ങനെ? ഇപ്പോൾ തന്നെ കണ്ണേട്ടൻ ഒരുപാട് തവണ അനന്തുവേട്ടനെ വിളിച്ചു, കോള് കണ്ടിട്ട് പോലും അനന്തുവേട്ടൻ തിരിച്ചു വിളിച്ചില്ല, ലേഖയും വിളിച്ചിട്ടില്ല. അതാ കണ്ണേട്ട എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് മഹി വീണ്ടും വല്ലാതാവുന്നു. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തുനിന്ന് പ്രതാപൻ കുഞ്ഞിനെ അവർ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയുമ്പോൾ എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുന്നതും അതൊന്നും പറഞ്ഞില്ല, ചിലപ്പോൾ വല്ല ആറ്റിലും എറിഞ്ഞു കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഒരിക്കൽ കരുണമോള് ഉണ്ണിയോടൊപ്പം പോയി ആ അയ്യപ്പ വിഗ്രഹം ആറ്റിലെറിഞ്ഞതാണ്, എന്നിട്ട് ആ അയ്യപ്പ വിഗ്രഹം നീന്തി വന്നു, ഇനിയിപ്പോൾ ഈ കുഞ്ഞും അതുപോലെ നീന്തി വരുമെന്നല്ല മുത്തശ്ശി ചോദിക്കുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മനുഷ്യക്കുഞ്ഞല്ലെന്ന് ഞാൻ സമ്മതിച്ചു തരാമെന്ന് പ്രതാപൻ പറയുന്നു. എന്തായാലും എൻ്റെ ദേഹം മുഴുവൻ വിറയ്ക്കുകയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഒട്ടുപാലയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവൻ ആ നിമിഷം നാട് വിടുന്ന പ്രതാപൻ പറയുമ്പോൾ ഇതെങ്ങാനും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണെന്ന് മുത്തശ്ശി പറയുന്നത്. എന്നെ എന്തായാലും കണ്ണൻ ജയിലിലേക്ക് പറഞ്ഞു വിടും എന്നുള്ള കാര്യം ഉറപ്പാണ്, അതിൻ്റെ കൂടെ ഇതുകൂടി ഇരുന്നോട്ടെ എന്ന് പ്രതാപൻ പറയുമ്പോൾ ഇത് പക്ഷേ ഒരു പൊടി കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് തൂക്കുകയർ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഞാൻ ചത്താലും എൻ്റെ മോള് നന്നായിട്ട് ജീവിക്കണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് പ്രതാപൻ പറയുന്നത്. അമ്മ ജീവിച്ചിരിക്കെ മകൻ മരിച്ചു കാണണമെന്ന് ഒരമ്മയും ആഗ്രഹിക്കില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഞാൻ പോയാലും കരുണമോളും അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുമായിട്ട് അമ്മയങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കാനൊക്കെ പ്രതാപൻ പറയുന്നു. തുടർന്ന് കുഞ്ഞിനെ കാണാതായതിൻ്റെ പേരിൽ നിന്നെ ആരും സംശയിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് തുടർന്ന് മുത്തശ്ശി പറയുമ്പോൾ സംശയിക്കും, കുഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നെയും വാമനെയും ഉണ്ണിയൊക്കെ തന്നെയായിരിക്കും കണ്ണനെ ഉൾപ്പെടെയുള്ള എല്ലാവരും സംശയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പക്ഷേ പോലീസിനെ പേടിയൊന്നുമില്ല, എനിക്ക് ആകെ പേടിയുള്ളത് ആ മാർക്കോയാണെന്ന് പറയുന്ന പ്രതാപിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്